കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു നല്ല മുഹൂർത്തം തന്നെയാണ് നടക്കാൻ പോകുന്നത്. കുറെ ദിവസങ്ങളായി നമ്മള് അവർണിക സത്യങ്ങളൊക്കെ തിരിച്ചറിയും, കിഷോറിന്റെ ചതിയെക്കുറിച്ച് അറിയും, അതോടൊപ്പം തന്നെ ഗോവിന്ദും കിഷോറിന്റെ ചതിയെക്കുറിച്ചൊക്കെ അറിയും. പിന്നീട് കിഷോറിനെ പൊളിച്ചെടുക്കുമെന്നൊക്കെ കേൾക്കാതുകൊണ്ട് കുറെ ദിവസമായി. അങ്ങനെ നാളെ ആ ദിവസം വന്നെത്തുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാലും നമ്മൾ അവസാനം കണ്ടു അവർണിക ഗീതുവിനെ കാണണമെന്ന് പറയാണ്. അങ്ങനെ അവർണിക പറഞ്ഞ സ്ഥലത്തേക്ക് ഗീതാഞ്ജലി വന്ന് നിൽക്കുവാണ്. ഈ സമയത്ത് അവർണിക അങ്ങോട്ട് വരുന്നേ. അവർണികനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തന്നെ തോന്നി. പെട്ടെന്ന് അവർണികയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ കരയുന്ന പോലെയായി. അപ്പൊ ഗീത ചോദിച്ചു, എന്ത് പറ്റി അവർണിക, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കണം. പറഞ്ഞു, നിനക്കൊന്നും അറിയില്ല അല്ലേന്ന് ചോദിക്കണം. അല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? ഒരു തെറ്റും ചെയ്യാത്തൊരു പുണ്യാളത്തി വന്നിരിക്കുന്നു. അതെ, ഒരു കാര്യം അപേക്ഷിക്കാൻ വേണ്ടാ ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിപ്പിച്ചെന്ന് പറയാം. അല്ല, എന്ത് കാര്യം അപേക്ഷിക്കാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർണിക എന്ന് പറയാം. അതെ, ഇനി കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കി തരാൻ അറിയത്തില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ ഒരു ചിന്ത നിനക്കുണ്ടോ? അത് കിഷോറിന്റെ കുഞ്ഞാ. എനിക്ക് ആ കുഞ്ഞിന്റെ അച്ഛനെ തിരിച്ചു വേണം. അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ടാ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നേന്ന് പറയാം. നീ എന്തൊക്കെയാ അവർണിക പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അതെ, ഇനി നിന്റെ അഭിനയമൊന്നും എൻ്റെ മുന്നിൽ വേണ്ട. എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, നീയും കിഷോറും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് എനിക്ക് എൻ്റെ കിഷോറിനെ വേണം, എൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ വേണം. അതിന് വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. നീ എനിക്ക് അവനെ വിട്ടു തരണമെന്ന് പറയാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അവനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് കിഷോറിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയണം. ദേ, വെറുതെ കള്ളത്തരം പറയല്ലേ ഗീതു. തെളിവുകളെല്ലാം നിനക്കും കിഷോറിനും എതിരാ. അതെല്ലാം തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അതെ, അതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല അവർണിക. അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തിനാ ചതിക്കുന്നേ? നിന്റെ കൂടെ വന്നിട്ട് നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും നാളും എൻ്റെ വിശ്വാസം അതായിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി. കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞപ്പോൾ കിഷോറിനെ രക്ഷിക്കാനായിട്ട് ഒപ്പം നിന്ന് നീയാണ്. അപ്പൊ ഈ ഒരു ചതിക്ക് വേണ്ടിയിട്ട് കിഷോറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ അന്ന് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞങ്ങളെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തേ കിഷോറിനെ എപ്പോഴും നിനക്ക് കണ്ടുകൊണ്ടിരിക്കാനല്ലേ? അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നീയും കിഷോറും കൂടെ ഒരുമിച്ച് പോയി റൂം എടുത്തില്ലേന്ന് ചോദിക്കുകയാണ്. അവർണിക എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന്റെ ബില്ലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, പല തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ദേ അവർണിക, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കോ? പണ്ട് ഞാനും കിഷോറും തമ്മിൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവർണികയ്ക്ക് അറിയാവോ അറിയത്തില്ല, എനിക്കറിയില്ല. ഒരു പക്ഷെ അവർണിക ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഞാൻ ഗോവിന്ദ് സാറിന്റെ ഭാര്യയാണ്. നിനക്കറിയാലോ അവർണിക, ഞാനും കിഷോറും തമ്മിലൊരു ബന്ധമില്ല. അല്ലെങ്കിലും എന്നേക്കാൾ മുൻപേ കല്യാണം കഴിച്ചതാ അവൻ നിന്നെ. ഇപ്പം നീ പ്രഗ്നന്റും കൂടെയാണ്. അല്ലെങ്കിലും എനിക്ക് നിന്നെ ചതിക്കാൻ കഴിയില്ല. അവൻ എന്ത് വലിയ ചതിയനാന്ന് നിനക്ക് അറിയാവോന്ന് ചോദിക്കണം. അത് കേട്ടപ്പം അവർണിക പറഞ്ഞു, വേണ്ട ഗീതു, ഇനി നീ ഒന്നും പറയണ്ട. ഞാൻ നിന്നെ അമിതമായിട്ട് വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത് തെറ്റ് എന്ന് പറയണം. അവർണിക, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് എന്താന്ന് കേട്ടിട്ട് നീ എന്നെ വേണേ കുറ്റപ്പെടുത്തിക്കോ, എന്ത് വേളും ചെയ്തോ, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. പിന്നീട് അവർണിക പറഞ്ഞു, നീ ഇനി എന്ത് പറയാനാ? നിന്നെക്കുറിച്ചുള്ള തെളിവുകൾ, നീ പറയുന്ന ഫോൺ സംഭാഷണം വരെ ഞാൻ കേട്ടു, കിഷോറുമായിട്ട് സംസാരിക്കുന്നേ. അല്ല, നീ എന്ത് കേട്ടെന്നാ പറഞ്ഞേ? പിന്നീട് കിഷോറും ഗീതവും തമ്മിൽ സംസാരിക്കുന്ന ആ ഫോൺ സംഭാഷണം, അതിനെക്കുറിച്ചൊക്കെ അവർണിക പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, നിന്നെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുക. കാരണം ഞാൻ പറഞ്ഞ സംഭാഷണത്തിൽ പകുതി അവൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ സംഭാഷണം ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞ് നിനക്കത് മനസ്സിലാവും. അല്ല, നിന്നെ ഇത് ആരാ കേൾപ്പിച്ചെന്ന് ചോദിക്കണം. രാധികാമ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി. അപ്പൊ രാധികാമയും കിഷോറും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു പണിയാന്നുള്ളത്. എല്ലാം കിട്ടുമ്പോൾ ഗീതു പറഞ്ഞു, നീ വിശ്വസിക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഞാൻ പറഞ്ഞതിന്റെ ഫുൾ സംഭാഷണം എൻ്റെ ഫോണിനകത്തുണ്ട്. അവനുമായിട്ടുള്ള സംഭാഷണം എന്തൊക്കെയാന്ന് അത് ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം. കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ഗീതുവിന്റെ ഫോണിനകത്ത്. അതുകൊണ്ട് ഗീത രക്ഷപ്പെട്ടു. ആ സംഭാഷണം അവർണിയനെ കേൾപ്പിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണിയയ്ക്ക് മനസ്സിലായി കാര്യം എന്താന്നുള്ളത്. അപ്പൊ കിഷോർ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പക്ഷെ തന്നെ ഗീതുവിനെ കൂടെ തെറ്റിക്കാനായിട്ട് അവൻ ഓരോ കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് മാത്രം അവർണിക്ക് മനസ്സിലായില്ല. പിന്നീട് ഗീത പറഞ്ഞു, ഒരു പക്ഷെ നിന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവൻ പുതിയ തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചായിരിക്കും. നീ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ഓരോ തെളിവുകൾ ഉണ്ടാക്കിയത്. പിന്നീട് അവർണി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് പറയാം, ശരിയാണ്, ഇപ്പോഴെനിക്കും മനസ്സിലാവുന്നുണ്ട്. അവൻ മനഃപൂർവ്വം എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, നമ്മളെ രണ്ടുപേരും വഴക്കുണ്ടാക്കാനായിട്ട്. പിന്നീട് പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തിനു വേണ്ടി ഇരുന്ന് അവനിങ്ങനെ ചെയ്യുന്നേ? അത് ഉറപ്പല്ലേ നിന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും എന്ന് പറയാണ്. അവർണിക്ക് തന്റെ സത്യം താന് എത്രമാത്രം തെറ്റാ ഗീതയോട് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവണം. ഇത്രയും ദിവസം താൻ അവളെ തെറ്റിദ്ധരിച്ചു. അവൾ ഒരു തെറ്റും ചെയ്യാത്ത, ഒരിക്കലും പാടില്ലായിരുന്നത് കിഷോർ പറഞ്ഞത് കേട്ട്
ഇനി അപർണിക പറഞ്ഞു, ഇനി അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അവൻ ചെയ്ത് ചതിക്ക് തിരിച്ചവരോട്ട് ഞാൻ പണി കൊടുക്കൂന്ന് പറയാണ്. ഈ സമയത്ത് ഗീതു ഗോവിന്ദനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദു അങ്ങോട്ട് വന്നു. ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോൾ ഗീതു ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് അതുവരെ ഉണ്ടായിരുന്ന A to Z കാര്യങ്ങൾ പറയാണ്. ഗീതുവിനെ കൊണ്ടുപോയി ചതിക്കാൻ പോയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിനുള്ള തക്ക മറുപടി അവനിട്ട് ഞാൻ കൊടുക്കൂന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഗോവിന്ദ് പറഞ്ഞു, വേണ്ട, നീ കൊടുക്കണ്ട. അവനിട്ടുള്ള പണി ഞാൻ കൊടുത്താളാം. അവൻ ചെയ്ത് ചതിക്ക് ഞാൻ തന്നെ അവനിട്ട് കൊടുത്താളാം. നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോക്കോ. ഇനിയിപ്പം ഞാനും അവനും കൂടെ തമ്മിലായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത്. അവൻ ഇത്രയും കാലം പറഞ്ഞു വഞ്ചിച്ചു. ഗീതുവിനെ ജീവിതം ഈ വസ്തു നശിപ്പിച്ചു വെച്ചു. പക്ഷേ ഇനി അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഗോവിന്ദ് ആരാന്ന് ഞാൻ അവനെ അറിയിക്കാൻ പോകുന്നുള്ളൂ. ഇത്ര നാള് അപർണയ്ക്ക് ഇതെല്ലാം അറിയുവോ എന്നുള്ള പേടി കൊണ്ട് മാത്രമായിരുന്നു ഇതെല്ലാം മറച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. അപ്പൊ അപർണയെ പറഞ്ഞു, അവൻ ഇത്രയും വലിയ ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെയധികം പ്രതീക്ഷയായിരുന്നു. ഇപ്പം ഞാൻ അമ്മയാകാൻ പോവാ. ആ സമയത്ത് പോലും അവന് എന്നോട് ഇങ്ങനെ ഒരു ചതി, ഇതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല ഗോവിന്ദ് സാറേ. നിങ്ങളൊന്നും ചെയ്തില്ലേ പോലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ ഡാഡി ഇത് അറിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നിമിഷം പോലും അവനെ വെച്ചേക്കുമല്ലെന്ന് പറയണം. എല്ലാം കേട്ടിട്ട് അങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അപർണിക തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഈ സമയത്ത് ഗോവിന്ദ് എന്ത് ചെയ്യണം, കിഷോറിനെ ഫോൺ ചെയ്യുക. കിഷോറിനെ ഫോൺ ചെയ്തിട്ടുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ്. പക്ഷേ കിഷോറിന് അറിയില്ലായിരുന്നു കാരണം എന്താന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരിക്കും ഗോവിന്ദ് സാറ് വിളിപ്പിക്കുന്നത് ഓർത്തുകൊണ്ടാണ് കിഷോർ ഇരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഭദ്രനെ പോയി കാണുന്നുണ്ട് കിഷോർ. ഭദ്രനെ പോയി കണ്ടിട്ട് ഭദ്രന് 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്ത ആ കാര്യത്തിന് പ്രത്യുപകാരമായിട്ട് കൊടുത്ത സ്വന്തം മോളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് കൂട്ടുന്ന വൃത്തികെട്ട മനുഷ്യനാണ് ഭദ്രന്. ഗീതുവിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. കാരണം ഗോവിന്ദുമായിട്ടുള്ള ബന്ധം നശിപ്പിച്ചിട്ട് കിഷോറും ഗീതും തമ്മിൽ വിവാഹം നടക്കണം. അതിന് വേണ്ടിയിട്ട് എന്നാലേ കോടികൾ തനിക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഭദ്രനെ വിളിപ്പിച്ചിട്ട് കിഷോർ 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഈ പൈസ മേടിച്ച് വീട്ടിൽ ഭദ്രൻ വരുവാണ്. പിന്നീട് ഭദ്രന് തോന്നി ഇതത്ര ശരിയല്ല, താൻ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 1 ലക്ഷം രൂപ വെച്ചിട്ട് കുറഞ്ഞു പോയി. ഇതുപോരാ, അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ കാണുമായിരിക്കും. കുറച്ച് പൈസയും കൂടെ ചോദിക്കണം. അങ്ങനെ നേരെ എന്ത് ചെയ്യുവാണ്, കിഷോറിനെ ഫോൺ ചെയ്യുവാണ്. കിഷോറിനെ ഫോൺ എന്താ അങ്ങൾ എന്താ വിളിച്ചതെന്ന് ചോദിക്കണേ. അതെ, ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തു തന്നു. അതെന്റെ മോളുടെ ജീവൻ നശിപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ ഒരു കാര്യം നീ ചെയ്തു തരണം. അതിന് നീ പ്രതിഫലമായിട്ട് തന്ന 1 ലക്ഷം രൂപയാ. ഈ 1 ലക്ഷം രൂപയും കൊണ്ട് ഒന്നും ആകില്ല മോനെ എന്ന് പറയാണ്. ഇത് കേട്ടതും കിഷോർ വെച്ചല്ല, അങ്കിള് പിന്നെ എത്രയാ ഉദ്ദേശിക്കുന്നത്, എത്ര രൂപയെന്ന് ചോദിക്കണം. 1 കോടി രൂപ. 1 കോടി രൂപയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയാം. 1 കോടി രൂപയോ? ഇത്രയും വലിയ എമൗണ്ട് ഒന്നും എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അങ്കിളെന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ ഈ സത്യങ്ങളൊക്കെ ഗീതുവിനോടും എല്ലാവരും പറഞ്ഞാണ്ടല്ലോ, ഗോവിന്ദൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ വെറുതെ വെച്ചേക്കുമല്ല, അറിയാലോ. ഞാൻ അതിനുവേണ്ടി എന്തുമാത്രം നാടകങ്ങൾ വെച്ചെന്ന്. ഈ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ എൻ്റെ ഭാര്യനെ കൊണ്ട് ഞാൻ അത്ര വലിയ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചു പറയിച്ചെന്ന് ചോദിക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിഷോറിന് മനസ്സിലായി, ഇയാളുമായിട്ട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ തന്നെ ഒടിച്ചു മടക്കി കൂട്ടും എന്നുള്ള കാര്യം. അതെ അങ്കിളും സമാധാനപ്പെട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കഴിയുമ്പോൾ പൈസ ഞാൻ തരാം. ഇപ്പൊ അത്രയും പൈസ എൻ്റെ കയ്യിലുള്ളൂ. അതിനുശേഷം അങ്കിൾ പറയുന്നത്ര തുക ഞാൻ തരാം. എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. തൽക്കാലത്തിന് ഭദ്രനൊന്നും അടങ്ങി, കുഴപ്പമില്ല. പക്ഷെങ്കിൽ എമൗണ്ട് ഇനി കൈ കിട്ടിക്കഴിയുമ്പോൾ നീ പഴയ സ്വഭാവം ഒന്നും കാണിക്കരുത്. എനിക്ക് തരാനുള്ള പൈസ തരണമെന്ന് പറയാം. തരാം അങ്കിള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. പിന്നീട് കിഷോർ ഗോവിന്ദ് വിളിച്ച സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ കിഷോറിന് വേണ്ടിയിട്ട് ഗോവിന്ദ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കിഷോർ ഗോവിന്ദിന്റെ അരിലേക്ക് വന്നിട്ട്, എന്തിനാ ഗോവിന്ദ് സാർ എന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് ചോദിക്കണം. അത് കേട്ടോ ഗോവിന്ദ് ചോദിച്ചു, നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കണം. എന്താ സാർ, എനിക്കൊന്നും അറിയത്തില്ല. നീ എന്താ വിചാരിച്ചേ? നീ കുറെ കള്ളത്തരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗീതുവിനെ സംശയിക്കുന്നോ? അതൊക്കെ വെറും നിന്റെ വ്യാമോഹങ്ങൾ മാത്രമാണ്. ഗീതുവിനെ അപർണയെയും തമ്മിൽ തെറ്റിപ്പിക്കാനായിട്ട് നീ കുറെ കള്ളക്കളികൾ കളിച്ചല്ലോ. നിന്റെ വിചാരം എന്താ, ഗീതു അപർണയും തമ്മിൽ അടിയുണ്ടാക്കുമെന്ന്. അങ്ങനെ അപർണയെ നിന്നെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാന്നൊക്കെ പല മോഹങ്ങളും നീ കണ്ടില്ലേ? നീ എന്ത് ജീവിയാടാ? ഇത്രയും കാലം നീ ഗീതുവിനെ വഞ്ചിച്ചു. പിന്നീട് ഇപ്പൊ ആണ്ടെ വേറൊരു കല്യാണം കഴിച്ച അപർണയെ ചതിക്കാനായിട്ട് തുടങ്ങുമല്ലേ? ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ ഞാൻ. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞ കിഷോറിന്റെ കോളറിന് ഇങ്ങോട്ട് കയറി പിടിക്കണം. എന്നിട്ട് കാരണത്തിനിട്ട് നാളിലങ്ങോ പൊട്ടിച്ചങ്ങോട്ട് വീണ്ടും അവനിട്ട് എടുത്തിട്ട് അടിക്കണം. ഇനി നീ ഒരു കാരണവശാലും നീ ജീവിക്കാൻ പോലും അർഹനല്ല. നിന്നെ തീർക്കാൻ ഞാനായിരിക്കൂടാ. എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം എന്ന് പറയണം. ഇനിയിപ്പൊ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ഈ ഗോവിന്ദ് ആരാ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിനെ പഞ്ഞിക്കിടുവാണ് ഗോവിന്ദ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനി കിഷോർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പം അവർണികയുടെ വരെ സംഹാര താണ്ഡവം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നാളെയൊക്കെ ആയിട്ട് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.